ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. എഴുന്നള്ളത്തും ഗാനമേളയും ഫ്ലോട്ടും ലൈറ്റും എല്ലാം നമുക്ക് കാണാം. അടിപൊളി ഉത്സവമായിരുന്നു. ഗൈസ്, അങ്ങനെ ആനയ്ക്ക് തിടമ്പൊക്കെ കയറ്റി എഴുന്നള്ളത്ത് പുറപ്പെടുകയാണ്. എഴുന്നള്ളത്ത് ഇത്തവണ ഇച്ചിരി ശോകമായിരുന്നു. ഇത്ര നാളത്തെ ഉത്സവത്തിൽ വെച്ച് എഴുന്നള്ളത്ത് അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അടുത്ത തവണ എഴുന്നള്ളത്ത് പൊളിയായിരിക്കും, സൂപ്പർ എഴുന്നള്ളത്തായിരിക്കും. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ പുറപ്പെട്ട് ഇത് അടുത്തുള്ള ചേച്ചിയും കൊച്ചൊക്കെയാണ്. അങ്ങനെ ഇത് സൽമാൻ, മണിമാമൻ, ബിജു അണ്ണൻ, കിണ്ണമാമൻ എല്ലാവരും ഉണ്ടായിരുന്നു. കിണ്ണമാമൻ സ്റ്റാൻഡ് ഓടുന്നതാണ്, ബിജു അണ്ണൻ സ്റ്റാൻഡ് ഓടുന്നതാണ്. അങ്ങനെ ഉത്സവം പൊളിയായിരുന്നു. അങ്ങനെ ഗാനമേളയുടെ തയ്യാറെടുപ്പിലാണ്. ഗാനമേള തുടങ്ങാൻ സമയമായി. ഇവിടെ ദുർഗതയെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം. ശൈവ വിശ്വാസമനുസരിച്ച് ശ്രീ പരമശിവ പത്നിയായ പാർവതി ദേവിയുടെ പൂർണ്ണ രൂപമാണ് ശ്രീ ദുർഗ. ദുർഗാദേവി വിഷ്ണുമായ ശക്തി. കൊച്ചിൻ്റെ വാക്കുകളൊക്കെ കേട്ട് ഞാനും കൂട്ടുകാരൻ്റെ സ്വന്തത്തിലൊരു കൊച്ചുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ കടയാണ്. ഉത്സവത്തിന് വന്നതാണ് കൂട്ടുകാരൻ. നമ്മളെ തമ്പോലം കൊട്ടാൻ പോയ കൂട്ടുകാരൻ്റെ കടയാണ്, സനൂക്കയാണ്. അങ്ങനെ ഇത് ഐസ്ക്രീം കടയുണ്ട് അടുത്ത്, പിന്നെ കളിപ്പാട്ട കടകൾ ഒരുപാടുണ്ട്. കളിപ്പാട്ട കട, വേറൊരു ഐസ്ക്രീം കടയുണ്ട് ഫുള്ളായിട്ടുള്ളത്. ഇത് അമ്പലത്തിലേക്ക് എണ്ണ വാങ്ങിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ എടുക്കാൻ പോവുകയാണ്. സൽമാനുണ്ട്, ഇപ്പോൾ അതിനും വരും. അതിനായിട്ട് അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം വേറെ വീഡിയോയിൽ. ഒരു ചെറിയ സീൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നിനക്ക് വല്ല കേന്ദ്രം ഉണ്ടോ? ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയൊന്നും അടിച്ചൊന്നും ഇല്ലടാ. എണ്ണയൊക്കെ വാങ്ങാൻ പോവുകയാണ്. പോകാൻ നേരത്ത് ഇതാ ഗാനമേളയുടെ വണ്ടി ഇതാ അങ്ങോട്ട് പോവുകയാണ്. ഗാനമേളയുടെ വണ്ടി എത്തി. അങ്ങനെ എണ്ണ വാങ്ങാനുള്ള സ്ഥലമെത്തി. മീനമ്പലത്താണ് നമ്മൾ എണ്ണ വാങ്ങാൻ പോണത്. അങ്ങനെ എണ്ണയൊക്കെ നമ്മൾ വാങ്ങി വിനീത് അമ്പലത്തിൽ കൊണ്ടു കൊടുത്ത്, അമ്പലത്തിൽ വന്നിട്ട് ഇതാ കമ്മിറ്റിക്കാരാണ്, കമ്മിറ്റിയിൽ രസീതൊക്കെ എഴുതുന്നത്. പിന്നെ ഇത് ഷാജിയണ്ണൻ്റെ മക്കളുമാണ്, നമ്മളടുത്തുള്ളതാണ്. ഇത് ദിയ, നമ്മൾ സ്പോട്ടം പോകണയാണ്, ഐസ്ക്രീം കുടിക്കുകയാണ് ദിയൊക്കെ. അങ്ങനെ ഉത്സവമൊക്കെ വൈവായിരുന്നു. ഇത് നമ്മളെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ തന്നെയാണ്, അതിൻ്റെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ വൈവാണ് നമ്മളെ ഉത്സവം. ഇത് കൊച്ചു കണ്ണൻ, നമ്മളെ കണ്ണൻ്റെ അച്ഛനാണ്. എല്ലാവരെയും കാണാൻ പറ്റിയ ഈ ഉത്സവത്തിന്. അങ്ങനെ ഗാനമേളയുടെ ഒരു അവസാനഘട്ട ഒരുക്കമൊക്കെ ആയിരിക്കുകയാണ്. ഗാനമേള ഏതാനും നിമിഷം തുടങ്ങും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് രോഹിണി, നമ്മളൊരു മാമൻ്റെ മോളാണ്, രോഹിണിയുടെ മോളാണ് അവിടെ നിൽക്കുന്നത്. ഈ ഉത്സവത്തിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നാട്ടുകാരെയും കാണാം. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരന്മാരാണ്, മൂലക്കടയിലുള്ള ഊന്നുമൂട്ടിലുള്ള ഷാൻകുട്ടൻ, ഷാൻഡി വണ്ടിയോടെയാണ്. പിന്നെ ഞാൻ വീട്ടിൽ കയറാൻ നേരത്ത് മിയക്കുട്ടിയും ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതെൻ്റെ മോളാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് താലപ്പൊലിക്കുള്ള. അങ്ങനെ അങ്ങനെ ഫ്ലോട്ടൊക്കെ കണ്ട് ഗോവനെ കണ്ട് മുട്ടിയിരിക്കുകയാണ്. ഗോവൻ അടുത്തുള്ളതാണ്. പിന്നെ വേറൊരു പയ്യനയുടെ കണ്ടാക്കിയാണ് വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും അറിയാം. പിന്നെ ഇതാണ് ഫ്രണ്ടിലുള്ള ലൈറ്റ് സെറ്റ്. അമ്പലത്തിലോട്ട് പോണ വഴി പ്ലാമൂട്ടിന്ന് ലൈറ്റൊക്കെ ഓക്കെയാണ്. ഇത് അടുത്തുള്ള അണ്ണനാണ്, അണ്ണനും മക്കളുമാണ്, അണ്ണൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. പിന്നെ ഇത് മുറുക്ക് വിൽക്കുന്ന ചേച്ചിയാണ്. മുറുക്കുണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അങ്ങനെ പോലീസ് ഒത്തിരിക്കുകയാണ് ഗാനമേള തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ഗാനമേള അങ്ങനെ ഗാനമേള കാണാൻ വേണ്ടി കമ്മിറ്റിക്കാരും ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പം ഞാനൊരു കൂട്ടുകാരനെ നോക്കി ഫ്ലോട്ടും ലൈറ്റൊക്കെ ഒന്ന് കാണാൻ വെച്ച് ഇങ്ങനെ വിനീഷ് വന്നിരിക്കുകയാണ്.
വിഷ്ണു ഇപ്പം വരും. അങ്ങനെ ലൈറ്റും ഫ്ലോട്ടൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ലൈറ്റൊക്കെ അടിപൊളിയാണ്. ഇത്തവണത്തെ സൂപ്പർ ലൈറ്റാണ്. അടിപൊളിയായിരുന്നു. നമ്മുടെ ഉത്സവം ഇന്നലെ ആയിരുന്നു. ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വന്തപ്പെട്ട പ്രിയ ചേച്ചിനെ കണ്ടിരിക്കുകയാണ്. പ്രിയ ചേച്ചി മോനുമാണോ അത്. അങ്ങനെ ആ ഫ്ലോട്ടൊക്കെ കണ്ട് അടുത്ത ലൈറ്റിലേക്ക് പോവുകയാണ്. ഫ്ലോട്ടൊക്കെ നല്ലതാണ്. ലൈറ്റ് സെറ്റ് എല്ലാം സൂപ്പറാണ്. ഇത് നമ്മൾ മൂലക്കട ആ വഴി തിരിച്ച് നമ്മൾ ഇറക്കത്തോട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇനി അപ്പുറത്തെ ഭാഗത്തുള്ള ലൈറ്റൊക്കെയാണ്. ഇത് വലിയ ലൈറ്റാണ്. ഭദ്രകാളി എല്ലാം സെറ്റായിരുന്നു. ഇത് സുന്ദരമാമനെ നമ്മൾ അപ്പോഴേ അമ്പലത്തിൽ വെച്ച് കണ്ട്. സുന്ദരമാമന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഓക്കെയാണ്. പിന്നെ ഇത് സ്കൂളോട്ട് പോകാൻ നേരത്ത് കാണുന്ന കൊച്ചാണ്, സുബീര കൊച്ചാണ്. അവിടുത്തെ അനുഗ്രഹം പോലെ പിതാശ്രീ. അങ്ങനെ ആ ഫോട്ടോ കണ്ട് മനീഷിനെയും അൻസിബിനെയൊക്കെ കണ്ടിരിക്കുകയാണ്. വിഷ്ണു ഒപ്പം വന്നിരിക്കുകയാണ്. വിഷ്ണു ഉണ്ട് അപ്പം. നമ്മൾ ഫോട്ടോയൊക്കെ കാണാൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഇത് ലൈറ്റാണ്. ഇത് ഉണ്ണിയണ്ണനാണ്. പ്ലാൻമുട്ടി കടയിട്ടാക്കുന്നത്. അങ്ങനെ ആ 2 ഫോട്ടോയും കണ്ടതിന് ശേഷം നമ്മൾ ആ സ്റ്റാൻഡിലുള്ള അണ്ണന്മാരെ കണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിൽ വരുന്ന എല്ലാവരും ഹാപ്പിയാണ്. ഫോട്ടോ കണ്ടതിന് ശേഷം ശശിമാമനെ കണ്ടിരിക്കുകയാണ്. ശരത്തിൻ്റെ അച്ഛനും ഫോട്ടോ ഒക്കെ കാണാൻ വേണ്ടി നടന്നിങ്ങനെ കാണുകയായിരുന്നു. അങ്ങനെ നമ്മളെ വേറൊരു വേണ്ടപ്പെട്ടൊരു പയ്യനെ കണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു. ഒരു ഏറെറിഞ്ഞ് നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. ഇതെന്റെ അച്ഛനറിഞ്ഞുള്ള കാര്യം അറിയാലോ. അപ്പോഴാണ് പ്ലാൻ വെട്ടി ബാറ്ററി കട്ടയിട്ട അണ്ണനെ കണ്ടിരിക്കുകയാണ്. അണ്ണനും ഫാമിലിയും ലൈറ്റൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്താറായി. ലൈറ്റ് എല്ലാം അത്യാവശ്യം സൂപ്പറായിരുന്നു. അങ്ങനെ അടുത്ത് സ്വന്തപ്പെട്ട വീട്ടിലെ പെണ്ണിനെയും കൊച്ചിനെയും കണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും നമ്മളെ ഉത്സവത്തിന് എല്ലാവരെയും കാണാൻ പറ്റുന്നതുകൊണ്ട് അതൊരു പ്രത്യേകമാണ്. ഇതാണ് ഇന്ത്യൻ അലൂമിനിയം ട്രേഡേഴ്സ്. അലൂമിനിയം നല്ല അവിടുത്തെ ഓണറാണ് സുരേഷ് അണ്ണൻ. നല്ല അണ്ണനാണ്. ഇത് നമ്മളെ സ്വന്തം കടയാണ്. ഞാൻ പിന്നെ കട വിശദമായി പരിചയപ്പെടുത്തുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ. ഇത് ചായ കുടിക്കുകയാണ് നമ്മളെ കടയിൽ നിന്ന്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നടന്ന് അമ്പലത്തി. അപ്പോൾ ഇത് അളിയൻ്റെ ഭാര്യയാണ്. കൊച്ചും അളിയൻ്റെ നോക്കിയ നേരത്തെ അളിയൻ ഓടി അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് അളിയൻ, അവിനേഷ് അളിയൻ ഉത്സവത്തിന് വന്ന്. ഇത് വിനീഷ്, വിഷ്ണു അളിയൻ. പിന്നെ നമ്മളെല്ലാം അമ്പലം ഒന്ന് ചുറ്റും ഇങ്ങനെ കാണിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്ന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു.
താലപ്പൊലിയൊക്കെ അമ്പലത്തിൽ കയറി. നല്ല സെറ്റ് താലപ്പൊലിയായിരുന്നു. അങ്ങനെ എഴുന്നള്ളത്തും അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. പുറപ്പെട്ട് കഴിഞ്ഞിട്ട് അത് ഇപ്പം കാണിക്കുന്നതായിരിക്കും. ലൈവായിട്ട് തന്നെ എഴുന്നള്ളത്തൊക്കെ കയറിയ ശേഷം സൽമാൻ്റെ മോളെയും കണ്ടിരിക്കുകയാണ്. മോളെ എടുത്തുകൊണ്ട് സൽമാൻ വന്ന്. അത് അജിനാണ്. പിന്നെ ഇത് വാവേന്ദ്രനാണ്. കുന്നുമുട്ടിൽ ഓട്ടോ ഇടുന്ന നമ്മുടെ മൂലക്കടകളിലാണ്. ഇത് അടുത്തുള്ള ചേട്ടന്മാരും അനിയന്മാരൊക്കെയാണ്. എല്ലാവരുമായിട്ട് വന്നേക്കാണ്. ഇത് നമ്മളെ അനിമാമിൻ്റെ കടയിൽ നമ്മളെ മാമനാണ്, മോനാണ് നിന്നത്. ഞാൻ അതിലും കൂടെ ചുമ്മാ ഇത് കളിക്കുകയാണ്. അതിന് ഇത് ജയസൂര്യനെ കണ്ട് ജയസൂര്യ മരുതൻ്റെയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ഇത് എൻ്റെ ഒരു അടുത്തുള്ള 2 പിള്ളേന്മാരാണ്. ഗാനമേള ഡാൻസ് കഴിഞ്ഞിട്ട് ഉല്ലാസിനെ ഫാമിലിനെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉത്സവം ഏകദേശം അങ്ങ് അടുക്കാതെ ആയിരിക്കുകയാണ്, തീരാതായിരിക്കുകയാണ്. എൻ്റെ സങ്കടമുണ്ട്. ഇത് ശരത് ബാബുവാണ്. മനീഷിത വീണ്ടും വന്നിരിക്കുകയാണ്, കൊച്ചുമായിട്ട് വന്നാക്കുകയാണ്. അങ്ങനെ ഉത്സവം ഏകദേശം കഴിയാറായി. ഇത് ഞാൻ മുമ്പ് ലാലിൽ നിന്ന കൊച്ചും പരിചയക്കാരാണ്. നമ്മളെ അണ്ണനുണ്ട്. അവരായിട്ടൊക്കെ സംസാരിച്ച് ഉത്സവത്തിരുന്നതിൻ്റെ വൈബായിരിക്കുകയാണ്. അങ്ങനെ ഉത്സവം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു നല്ലൊരു സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലൊരു ഉത്സവം ഇനി വരത്തില്ല. നമ്മളെ ഉത്സവം അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ ഇനി അടുത്ത കൊല്ലവും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിൽ അതുവരെ എല്ലാവരും ബൈ.